പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരുന്നു. അതിനുശേഷം പാകിസ്ഥാന്റെ അവസ്ഥ എന്തായി എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സിന്ധു നദീജലം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആ കരാർ മരവിപ്പിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ പകുതിയിലധികം വറ്റിപ്പോകുമെന്നും പാകിസ്ഥാന്റെ കാർഷിക വിപണി അല്ലെങ്കിൽ കർഷകരെല്ലാം തന്നെ തകർന്ന് തരിപ്പണമാകും എന്നുള്ള റിപ്പോർട്ടുകൾ ആ സമയം തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനുശേഷം സിന്ധു നദീജലം റദ്ദാക്കിയതിനു ശേഷം പാകിസ്ഥാൻ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായി മറ്റെന്തെങ്കിലും പദ്ധതിയോ കരാറോ എവിടെ നിന്നെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ? ആ സിന്ധു നദീജല കരാറിന് പകരം ആ വെള്ളമെത്തുന്ന പ്രദേശങ്ങളിൽ വെള്ളം കൊണ്ടുവരാൻ മറ്റേതെങ്കിലും ജലസേചന പദ്ധതി പാകിസ്ഥാൻ തുടങ്ങിയതായോ അറിവില്ല. ഇപ്പോഴിതാ അതിനെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 നിരപരാധികളുടെ ജീവനാണ് ഈ പാകിസ്ഥാൻ എടുത്തത്. ഇന്ത്യ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചിരുന്നു. ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ തുള്ളി വെള്ളത്തിനായി കഷ്ടപ്പെടുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് 1960 സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യൻ സർക്കാർ ചരിത്രപരമായിട്ടുള്ള തീരുമാനമെടുത്തത്. ഇതുമൂലം പാകിസ്ഥാനികൾ ഇപ്പോൾ പട്ടിണി കിടക്കേണ്ടി വന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. തീവ്രവാദത്തിന്റെ ഒരു ഫാക്ടറി നടത്തുന്നതിനാൽ കുടിവെള്ളം പോലും ഇപ്പോൾ പാകിസ്ഥാനിൽ തീർന്നു. സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ്, അതായത് അത്യധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ഈ ആക്രമണം പാകിസ്ഥാൻ ഭരണാധികാരികൾക്കിടയിൽ പോലും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യ കരാർ ലംഘിച്ചുവെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായിട്ടുള്ള ഇഷാഖ് ദാർ നിരാശയോടെ ഒരു പ്രസ്താവനയിൽ ആരോപിച്ചു. ഇന്ത്യയുടെ കർശനതയിൽ ഭയന്ന് ഇഷാഖ് ദാർ പറഞ്ഞത്, ഈ വർഷം ഏപ്രിലിൽ ഇന്ത്യ ഏകപക്ഷീയമായി സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയത് ഞങ്ങൾ കണ്ടു. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ ഭൗതിക ലംഘനങ്ങളാണ്. അവ സിന്ധു നദീജല ഉടമ്പടിയുടെ കാതലിനെ ബാധിക്കുന്നു. ന്യൂഡൽഹിയുടെ ഈ നടപടി നമ്മുടെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുകയും അവർ വിശപ്പും ദാഹവും കൊണ്ട് മരിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഭീകരാക്രമണങ്ങൾക്കെതിരെയാണ് ഇന്ത്യ കർശന നടപടി സ്വീകരിച്ചത്. താൽക്കാലികമായിട്ടാണ് സിന്ധു നദീജലം നിർത്തിവച്ചിരിക്കുന്നത് എന്ന് ഇന്ത്യ പറയുമ്പോഴും അത് താൽക്കാലികമല്ല, രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന ശക്തമായിട്ടുള്ള പ്രസ്താവനയും ഏ നയാ ഇന്ത്യ ഹെ ഘർ മേം ഘുസ്കർ മാരേഗ എന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ അദ്ദേഹം അതിനോട് ചേർത്ത് പറയുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.